സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് 3 മാസം കഴിഞ്ഞു. ഈ 3 മാസത്തിനിടയിൽ പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. കുറേ അധികം പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഇപ്പോൾ ഈ പറയുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹെലികോപ്റ്റർ യാത്ര, പിന്നെ വിരുന്ന് വിവാദം, മഴക്കെടുതിയിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പോരായ്മ, അതായത് പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ പോരായ്മ, ഇതൊക്കെ ഉണ്ടായ സമയത്തും ഈ പറയുന്ന വി.ഡി. സതീശന് ശക്തമായ പ്രതിരോധം ഉയർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതായത് ഇവിടെ ഒരു ഏകോപനമില്ല എന്നുള്ളത് തെളിഞ്ഞു കണ്ടു. അതായത് സതീശനും പാർട്ടിയും തമ്മിൽ ഒരു ഏകോപനമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി കണ്ടു. പിന്നെ നമുക്ക് അതിനെ കുറച്ചുകൂടെ വേണേ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ KPCCയിൽ നടക്കുന്ന പ്രശ്നം. KPCC അധ്യക്ഷനെ കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അത് നേതൃത്വത്തിന്റെ കഴിവുകേട് തന്നെയാണല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇതിനൊന്നും തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും കോൺഗ്രസിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതില് ഒന്ന് രണ്ട് കാര്യം, ഇപ്പം പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നല്ല, അതിന് കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രതിരോധിക്കണമെന്ന് കോൺഗ്രസിലെ ഏത് നേതാക്കന്മാർ വിചാരിച്ചാലും നടക്കില്ല. എങ്ങനെ നടക്കും? ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദം, ആ ഹെലികോപ്റ്റർ ഇപ്പം റീസെൻ്റായിട്ട് വന്നൊരു വിവാദം അതാണ്. വി.ഡി. സതീശനെ പിടിച്ചു കുലുക്കിയ ഒരു വിവാദം അത് തന്നെയായിരുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിൽ എന്തുകൊണ്ടാണ് വി.ഡി. സതീശനെ പിന്തുണയ്ക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് പരസ്യമായി രംഗത്തിറങ്ങാൻ പറ്റത്തില്ല? എങ്ങനെ രംഗത്തിറങ്ങും? നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. എന്തിൻ്റെ ബേസിൽ ഇറങ്ങും? നാഴികയ്ക്ക് 40 വട്ടം 40 തരത്തിലാണ് വി.ഡി. സതീശൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് പറഞ്ഞെന്താ, ഞാൻ ആദ്യം ഇൻവെസ്റ്ററെ കാണാൻ പോയി എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഇൻവെസ്റ്റർ ഞാൻ ഡൽഹിക്ക് പോകാനിരിക്കുന്ന ഇൻവെസ്റ്ററാണ്. ആ ഇൻവെസ്റ്ററെ ഞാൻ പോയി കാണാനിരിക്കുന്നു. ചില എന്നിട്ട് അടുത്ത ദിവസം പറയാൻ എന്താ, രഹസ്യമായ ചില കാര്യങ്ങൾ പുറത്തു വിടാൻ പറ്റില്ല, രഹസ്യമായിരിക്കും, രഹസ്യമായി ചിലപ്പോൾ പല കൂടിക്കാഴ്ച നടത്തേണ്ടി വരും. ഇവിടെ നമ്മൾ ആലോചിച്ചു സംസ്ഥാനത്തിൻ്റെ, അപ്പോൾ ഒരു ചോദ്യം എന്താണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇൻവെസ്റ്ററെ കാണാൻ പോകുന്നതിന് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യം എന്നുള്ളതായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യം. സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യം നിർവഹിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഹെലികോപ്റ്റർ എടുത്ത് പോകുന്നത്? അപ്പോൾ അതിനെ എങ്ങനെ ഈ കോൺഗ്രസ്സുകാർ പ്രതിരോധിക്കും? വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിലെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം കയറി, കടൽ കയറി അവിടെ ആകപ്പാടെ നാശമായി. ആ സമയത്തും ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ കോഴിക്കോട് ഒരു വലിയ ഷോപ്പിംഗ് മാളിലെ കോഫി ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയി. 5 കിലോമീറ്റർ താഴെയുള്ളൂ ഈ വണ്ടൂരും ഈ കടലാക്രമണം നടന്ന സ്ഥലവും വി.ഡി. സതീശൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയ സ്ഥലവും തമ്മിൽ. അപ്പോൾ അവിടെ ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടേക്ക് പോയില്ല? എന്ത് പറഞ്ഞ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കണം? സമയമില്ലായിരുന്നു എന്ന് പറയൂ. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനാണ് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി. ആ ചെയർമാൻ നാടൊട്ടുക്ക് വിരുന്നും കൂടി ഭക്ഷണവും കഴിച്ച്, ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ഭക്ഷണവും കഴിച്ച്, അതും ഭക്ഷണം കഴിക്കാം, ആർഭാടമായി ഭക്ഷണം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയല്ലായിരുന്നു വേണ്ടത്. അപ്പം ഇവിടെ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഉദ്ഘാടനവും നടത്തി, അമ്മായിയച്ഛനെ പോയി കണ്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ നടക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുക? ഏതെങ്കിലും ഒരു നേതാവിന് വന്നിരുന്ന് ന്യായീകരിക്കാൻ പറ്റൂ? അതായത് ഒരു പ്രമുഖ ചാനലിലെ ഒരു അവതാരകൻ അദ്ദേഹം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനം വന്നപ്പോൾ അന്ന് ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ എന്നാണ് ആ അവതാരകൻ കോൺഗ്രസ് പ്രതിനിധിയോട് പറഞ്ഞത്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് എല്ലാ കോൺഗ്രസ്സുകാരുടെയും അവസ്ഥ അതാണ്. ചോദ്യം ചോദിക്കണ്ട, അവരോട് പറഞ്ഞു നിങ്ങൾ ന്യായീകരിച്ചോളൂ, അതേ അവരോട് പറയാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തകരെ കൂടി പ്രതിരോധത്തിലാക്കിയ ആരാന്ന് ചോദിച്ചാൽ ഒറ്റുത്തരമേ ഉള്ളൂ, മുഖ്യമന്ത്രി. ഇവരെന്ത് പറയും? വി.ഡി. സതീശൻ അവിടെ വന്നില്ല എന്ന് പറയാൻ പറ്റൂ? വി.ഡി. സതീശൻ ഭക്ഷണം കഴിച്ചത് തെറ്റല്ല എന്ന് പറയാൻ പറ്റുമോ? വിഭവസമൃദ്ധമായ ആവോലിയും മട്ടനും ചിക്കനും എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആൾക്കാരെ മാറ്റുന്ന തിരക്കിലായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ പലയിടങ്ങളും.
അപ്പോഴാണ് അദ്ദേഹം പൊന്നാനിയിലൊക്കെ പോയിട്ട് അദ്ദേഹം എന്നിട്ട് പൊന്നാനിയിൽ പിന്നെ കടലാക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് പോയില്ല അല്ലേ? ഇവിടെ കോന്നിയിൽ പൊളിറ്റിക്സ് കളിച്ചു. ജനീഷ് കുമാറിന്റെ മണ്ഡലത്തിലേക്ക് കയറിയില്ല. അവിടെ 3-4 ഏക്കർ കണക്കിന് സ്ഥലമാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായത്. അവിടോട്ട് പോയില്ല. ജനീഷ് കുമാറിനെ അവലോകന യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല. MLA ക്ഷണിക്കണ്ടേ, ജനപ്രതിനിധി ക്ഷണിക്കണ്ടേ? അവിടെ എന്തിനാണ് ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സ് VD സതീശൻ കാണിച്ചത്? ഇതിനെയൊക്കെ എങ്ങനെ ഇവർ ന്യായീകരിക്കും? ഇപ്പൊ KC വേണുഗോപാലിനോട് ചോദിച്ചാൽ KC വേണുഗോപാൽ ആകെ സില്ലി കാര്യങ്ങളാണെന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ അതിന് സ്കിപ്പ് ആവുകയോ ചെയ്യുന്നു. അതിനേക്കാൾ വലിയ വിഷയം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് PM ശ്രീയിലേക്ക് വരികയാണ്. PM ശ്രീ പദ്ധതിയിൽ എന്തായാലും നിലപാട്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ആരാ കൊണ്ടുവന്നത്? അതും VD സതീശൻ കൊണ്ടുവന്ന. PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന കേരളത്തിലെ സകലമാന പത്രം വായിക്കുന്ന, TV കാണുന്ന, വാർത്ത കേട്ട മനസ്സിലാക്കാൻ സാധിക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം എന്താണ് PM ശ്രീയിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത നിലപാട് എന്നുള്ള കാര്യം. ഏതൊരാൾക്കും അറിയാം. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി വരുന്ന, പത്രം വായിക്കുന്ന, വാർത്തകൾ കേൾക്കുന്ന, TVയോ റേഡിയോ വാർത്തകൾ കേൾക്കുന്ന, അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. എന്നിട്ടും എന്താണ് ഈ കോൺഗ്രസ്സുകാർക്ക് നേരം വെളുക്കാത്തത്? അവിടെ ഒപ്പിട്ടിരുന്നത് എന്താണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് വെറും ധാരണാപത്രം മാത്രമാണെന്നേ. അതിൽ നിന്ന് ആകെപ്പാടെ 90 കോടി അങ്ങോട്ടേ മേടിച്ചുള്ളൂ. അപ്പം ഈ അത് ഏത് ഫണ്ടാണ്? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പോയിട്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ പിന്നെ ചൗധരി എന്ന് പറയുന്ന ഒരു അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി, സഹമന്ത്രി, അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല സംസ്ഥാനത്തിന്. PM ശ്രീ പദ്ധതി അവർ ഒപ്പിട്ടിട്ടില്ല. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇന്ന് വരെ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ അതിനേക്കാൾ മുൻപേ ഇവിടെ സ്കൂളുകൾ 265 സ്കൂളുകൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഈ സർക്കാർ. ഇതിനെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് പിന്നെ അവതാരകൻ പറഞ്ഞത് ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ന്യായീകരിക്കേണ്ട ഗതികേടിലാണെന്നേ. ഈ പറയുന്ന ഈ പിന്നെ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നിരോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് നമ്മുടെ കേരളം മുഴുവൻ വെള്ളപ്പൊക്കം ഫ്ലഡ് അഫക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു 8ഓളം മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഒരു കുടുംബത്തെ കാണാതായി, കൂടാതെ ഒരു 8 പേരെ കാണാതായ സമയത്താണ് ഈ സതീശൻ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോയത്. ഹെലികോപ്റ്റർ എടുത്ത് പോകുന്നു. ഹെലികോപ്റ്റർ എടുത്ത് പോയിട്ട് അതിനെ എങ്ങനെ ന്യായീകരിക്കും? അതിനെക്കുറിച്ച് ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? പോയില്ല എന്ന് പറയാൻ പറ്റൂ? പോയെന്ന് പറയാൻ പറ്റൂ? അപ്പൊ പാർട്ടി സ്വീകരിക്കുന്ന ശരിയായ നിലപാടാണ്. പിന്നല്ലാതെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ? VD സതീശൻ വന്ന് നാഴിക്ക് 40 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. നാഴിക്ക് 40 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന VD സതീശനെ എന്ത് പറഞ്ഞിട്ട് ഈ പറയുന്ന പാർട്ടിക്കാർ പ്രതിരോധിക്കും? ആലോചിച്ച് നോക്കൂ. സിമ്പിളാണ്. ഇപ്പം ഈ പറയുന്ന PA ഒരു തവണ പറയുന്നതല്ല മറ്റൊരു തവണ പറയുന്നത്. ഇതിനു മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയ കേട് ഇതുവരെ കോൺഗ്രസ്സുകാരിൽ നിന്ന് മാറിയിട്ടില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പിന്നെ മംഗലാപുരം യാത്ര നടത്തിയത് ആരെ കാണാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ച് എന്തിനായിരുന്നു VD സതീശൻ അന്ന് പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി മംഗലാപുരം യാത്ര നടത്തിയത്? ആരെ കാണാനായിരുന്നു? ചോദിച്ചു നോക്കട്ടെ. അവർക്ക് ആ കോൺഗ്രസ്സുകാരനൊരു മതിയായ ഉത്തരം അല്ലെങ്കിൽ ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം തരാൻ അവർക്ക് കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്ന്. VD സതീശൻ പറഞ്ഞ എന്താ? ആദ്യം ഞാൻ മൂകാംബിക ദർശനത്തിന് പോയതാണ്. ശരി, ബാക്കി കോൺഗ്രസ്സുകാർ ആ മൂകാംബിക ദർശനം പിടിച്ചോണ്ടിരുന്നെങ്കിലോ? അവർ അബദ്ധക്കാരായനെ. കാര്യം തൊട്ടടുത്ത ദിവസം VD സതീശൻ പറഞ്ഞു ഞാൻ ആര്യാടൻ മുഹമ്മദിന്റെ വകയിൽ ഒരു ബന്ധുവിനെ കാണാൻ പോയതാണ്. അപ്പം ഈ കോൺഗ്രസ്സുകാർ എങ്ങനെ ഇത് പറഞ്ഞ് ന്യായീകരിക്കുമായിരുന്നു? അതേ മൂകാംബിക ദർശനത്തിന് പോയതാണ് എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിൽ ആ പറഞ്ഞവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇപ്പൊ അതുകൊണ്ട് അവരത് ഏറ്റുപിടിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് പിന്നെ അദാനി ഗ്രൂപ്പിന്റെ ഒരു പ്രസിഡന്റിനെ അവിടെ പോയി മീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? വിഷ്വൽ അടക്കം പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അയാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ. അത് കഴിഞ്ഞപ്പോഴാണ് അദാനി പോർട്ട് പിന്നെ വിറ്റത്. 49% ഓഹരികൾ MSC പോലൊരു കമ്പനിക്ക് വിൽക്കുന്നത്. ഇതും കൂടെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ എങ്ങനെ ന്യായീകരിക്കണമായിരുന്നു? ഞങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ പോയി കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവിടെ പോയിട്ട് BJPയുടെ NDAയിലെ സഖ്യകക്ഷിയിലെ നേതാവിനെ പോയി കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പം ഈ തരത്തിലെല്ലാം സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ ശരിക്കും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുക. കോൺഗ്രസ്സുകാരിൽ ഒരാൾക്ക് പോലും ചാനൽ ചർച്ചയിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുക. ചാനൽ ചർച്ചയിൽ കയറിയിരുന്നുകൊണ്ട് എന്ത് പറയുന്നേ മുഖ്യമന്ത്രി പറയുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഈ മുഖ്യമന്ത്രി
പാർട്ടിയെ പ്രതിരോധത്തിലാക്കി വെച്ചിരിക്കുക. പാർട്ടിക്കാർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. എന്താണ് പറയേണ്ടത്? ഇവിടെ സംഘീവൽക്കരണത്തിനെതിരെ അവർക്കൊരു അക്ഷരം പറയാനില്ല. PMC നടപ്പിലാക്കിയതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാനില്ല. അവിടെ നടന്ന നിയമനങ്ങളെ കുറിച്ച് അവർക്ക് ന്യായീകരിക്കാനേ ഗത്യന്തരമേ ഉള്ളൂ. ഇപ്പൊ ഈ ഏറ്റവും അവസാനമായിട്ട് നടന്ന ഈ ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ച് അവർക്ക് ന്യായീകരിക്കാനേ പറ്റുന്നുള്ളൂ. അല്ലാതെ അവര് പിന്നെ ന്യായീകരിച്ച് പണ്ടാരോടായിക്കൊണ്ടിരിക്കുക ഈ കോൺഗ്രസ് പ്രവർത്തകർ. ഗത്യന്തരമില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത ഒരു ദുരവസ്ഥയിൽ അവരിങ്ങനെ കഴിയുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ. കഷ്ടമുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ കാര്യം ഓർക്കുമ്പോൾ.